എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇവനും ഈ പെൺകുട്ടിയും കൂടെ ഒന്ന് റിലാക്സിങ്ങിന് വേണ്ടിയിട്ട് സൈക്കിൾ റൈഡിന് വേണ്ടി വരാണ്. ഇവർ വളരെ ഹാപ്പി ആയിട്ട് സൈക്കിൾ റൈഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇവന് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ പോലെയും നെഞ്ചിൽ അസ്വസ്ഥതയൊക്കെ വരാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ തല ഇറങ്ങി വീഴുന്നുണ്ട്. ഈ പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് ഓടി വരികയും അവനെ ഒരുപാട് തവണ വിളിച്ചു നോക്കുകയും ഒക്കെ ചെയ്യാണ്. ഇവൾ വളരെയധികം പാനിക് ആവുന്നുണ്ട്. പെട്ടെന്ന് ഇവനിങ്ങനെ സംഭവിക്കുമ്പോൾ ഇവ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വീണിട്ട് ബോധമില്ലാതെ കിടക്കുന്നത് കാണുമ്പോൾ ഇവൻ എന്താണ് പറ്റിയെന്നറിയാതെ അവൾ ഒരുപാട് പാനിക് ആവുന്നുണ്ട്. അങ്ങനെ ഇവൾ ആരൊക്കെ വിളിച്ച് പറയും. അങ്ങനെ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യാണ്. കുറേ നേരം കഴിഞ്ഞ് ഡോക്ടറൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവനിങ്ങനെ ഓക്കെ ആവുന്നത്. അപ്പോഴാണ് ഇവൻ അറിയുന്നത് ഇവനൊരു ഹാർട്ട് കണ്ടീഷനുണ്ട്, ഇവൻ്റെ ഹെൽത്ത് വളരെ മോശമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവൻ അറിയാണ്. പക്ഷേ ഇവൻ ആ പെൺകുട്ടിയോടൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവൾ വിഷമിക്കുന്നത് കാണാൻ ഇവന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഹെൽത്ത് കണ്ടീഷനെക്കുറിച്ചൊന്നും കൂടുതൽ അവൻ അവളെ അറിയിക്കുന്നുണ്ടായിരുന്നില്ല. ഇവനിങ്ങനെ വയ്യാതെ കിടക്കുന്നത് കാണുമ്പോൾ അവൾക്കും നല്ല വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. ഇവളാണ് ആ ഫുൾ ടൈം അവനെ കെയർ ചെയ്തതും അവന് ബോധം വരുന്നത് വരെയും അവൻ്റെ കൂടെ തന്നെ നിന്ന് അവനെ നോക്കിയെടുക്കുകയൊക്കെ ചെയ്തത് ഇവളാണ്. ഇവൻ ഈ ഹാർട്ട് ഡിസീസിൽ നിന്ന് രക്ഷപ്പെടുമോ, ഇവൻ ജീവനോടെ ഇവൻ്റെ ലൈഫ് പഴയതുപോലെ ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഡ്രാമയുടെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്